ഞങ്ങള് പാപ്പ കുളിക്കാണ് കോയിഷ്. പാപ്പത്തെ കുളിച്ചു എന്ന് പറയാം. വലിയ പെണ്ണാണ്ടി. നമസ്കാരം. ഇന്നൊരു ചെറിയ യാത്രയാണ്. കുഞ്ഞിനെ കൊണ്ടൊന്ന് ചുറ്റിക്കറങ്ങാന്ന് വെച്ചു. അടുത്തുള്ള ലൊക്കേഷൻസായ കോന്നി, ആനക്കൂടും അരുവിക്കുഴിയും ഒക്കെയാണ് ലക്ഷ്യം. യാത്രയ്ക്ക് മുമ്പ് അവനെ ഒരുക്കിയെടുത്ത കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ എല്ലാം സെറ്റാക്കി യാത്ര തുടങ്ങി. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ തുടങ്ങുകയാണ്. ഫോർത്ത് മ്യൂസിക്കിലേക്ക് സ്വാഗതം. ആദ്യത്തെ ലൊക്കേഷൻ കോന്നി, ആനക്കൂട്. ഒരു 3-4 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഞങ്ങൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന സ്പോട്ടാണ് കോന്നി, ആനക്കൂട്. കോന്നി ലോകം മുഴുവൻ അറിയിച്ച ഞങ്ങളുടെ സ്വന്തം കോന്നി, ആനക്കൂട്. നല്ല കുഞ്ഞാന മുതൽ നല്ല വലിയ ആന വരെ കാണാൻ പറ്റുന്ന കോന്നി, ആനക്കൂട്. എൻട്രൻസിൻ്റെ ഭാഗത്ത് തന്നെ റൈറ്റ് സൈഡിലായിട്ട് ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഒരാൾക്ക് 80 രൂപയാണ്. പിന്നെ പാർക്കിംഗ് ഫീ ആയിട്ട് 40 രൂപയും. കുഞ്ഞുങ്ങൾക്ക് ഫ്രീ. പൊന്നൻ ഇവിടുത്തെ കാഴ്ചകളിൽ മുഴുകിയിരിക്കുകയാണ്. ഇതാണ് പണ്ട് കാലം മുതലുള്ള കോന്നി, ആനക്കൂട് എന്നറിയപ്പെടുന്ന സംഭവം. ഇപ്പോഴും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അടുത്ത കാലത്ത് മിനുക്കുപണികളൊക്കെ നടത്തി ഭംഗി കൂട്ടിയിട്ടുണ്ട്. തൊട്ട് മുന്നിലെ ഇതാ എലിഫന്റ് മ്യൂസിയം ഉണ്ട്. എലിഫന്റ് മ്യൂസിയത്തിൻ്റെ മുൻഭാഗത്ത് ചിൽഡ്രൻസ് പാർക്കും. ഇന്ന് തിരക്ക് കുറവാണ്. ചില നേരത്തൊക്കെ നല്ല തിരക്കാണ് ഇവിടെ. കുറച്ചു നേരം ചിൽഡ്രൻസ് പാർക്കിൽ അവനെയും കൊണ്ടൊന്ന് കളിപ്പിച്ചു. പാർക്കിൽ വന്ന കുട്ടികളെ നോക്കിയാണ് അവൻ്റെ കുസൃതി. കുഞ്ഞുങ്ങൾ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടുന്നത് കാണുമ്പോൾ അവനൊരു രസം. ഞങ്ങൾ ചെറുകെ മ്യൂസിയത്തിൻ്റെ ഭാഗത്തേക്ക് നടന്നു. കയറി ചെല്ലുന്ന ഭാഗത്തൊരു ചെറിയ ആനയുടെ ശില്പമുണ്ട്. അവനെ അതിന് മുകളിൽ ഇരുത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എൻട്രൻസിൻ്റെ ഭാഗത്ത് നല്ല ഭംഗിയിൽ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. കയറി ചെല്ലുന്ന ഭാഗത്ത് ഒരാനയോളം തന്നെ വലിപ്പമുള്ള ഒരാനയുടെ ശില്പം, പിന്നിലായി മനോഹരമായ ഒരു ചിത്രവും. ആനകളെ സംബന്ധിക്കുന്ന പല വിവരങ്ങളും പലയിടങ്ങളിൽ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മളിൽ കൗതുകം നിറയ്ക്കുന്നവയാണ്. പിന്നാലെ അടുത്ത ഭാഗത്ത് ആനയുടെ ഒരു സ്കെൽട്ടൺ. ഒരു കാര്യം പറയാതെ വയ്യ, നല്ല ഭംഗിയായി അത്യാധുനിക രീതിയിലാണ് ഈ മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. ആനകളെ നിയന്ത്രിക്കുവാനും മറ്റുമായി പണ്ട് കാലം മുതൽ ഉപയോഗിച്ച് വന്നിരുന്ന പല എക്യുപ്മെൻറ്റ്സും ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും. അവയുടെ പേരും അതിൻ്റെ ഉപയോഗവും ഒക്കെ അവിടെ ഡിസ്പ്ലേയിൽ എഴുതിയിട്ടുണ്ട്. അത് വായിച്ച് നമുക്ക് എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആനയുടെ പല്ല് മുതൽ നഖങ്ങൾ വരെ ഇവിടെ കാഴ്ചകളിലുണ്ട്. ആനകളെ ഗവേഷണ വിഷയമാക്കിയിരിക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന സ്ഥലമാണ്. കൊമ്പ് ചുറ്റ് നമ്മുടെ മോതിരം പോലെയാണ് ആനകളുടെ കൊമ്പിലെ ആഭരണം എന്നൊക്കെ പറയാം. എന്താ അല്ലേ? ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ എക്യുപ്മെൻറ്റ്സും ആനകളുടെ വേദനകളുടെ കാഴ്ചകൾ കൂടിയാണ്. മറുഭാഗത്ത് ആനകളുടെ ഫോട്ടോസിൻ്റെ ഡിസ്പ്ലേ ആണ്. ഒപ്പം അവരുടെ ചെറിയ ഇൻഫോയും. ഇവിടെ വനത്തിലെ പല മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശബ്ദം കേൾക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമുണ്ട്. നമ്മൾ വനത്തിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അങ്ങ് ദൂരത്തായി കേൾക്കുന്ന ശബ്ദങ്ങളില്ലേ, അതിൻ്റെ ഉടമസ്ഥരെ നമുക്കിവിടെ കാണാനും അറിയുവാനും പറ്റും. നല്ല ഭംഗിയുള്ള ചിത്രങ്ങളും കാഴ്ചകളുമാണ് ഇവിടെ എല്ലാം. എല്ലാം ഒരു അത്ഭുതം പോലെ നമ്മൾ കണ്ടിറങ്ങും. ഇവിടെ മിനിയേച്ചർ ടൈപ്പിൽ ചെറിയ ശില്പങ്ങൾ കൊണ്ട് പണ്ട് കാലത്തെ തടിപിടുത്തവും ആനകൾ വാരിക്കുഴിയിൽ നിന്നും കൊണ്ടുവരുന്നതും ഒക്കെ ഭംഗിയായി ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ആ പഴയ കാലത്തെ ലോറിയൊക്കെ അതുപോലെ നിർമ്മിച്ചിരിക്കുന്നു. പഴയകാല ഓർമ്മകളും സമ്മാനിക്കുന്ന ഒരു കാഴ്ച കൂടിയാണത്. ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി. ഇനി ഇവിടെ ആനകളെ നിർത്തിയിരിക്കുന്ന ഒരിടമുണ്ട്, അങ്ങോട്ടേക്ക് പോകണം. പുറത്തിറങ്ങി അങ്ങോട്ടേക്ക് നടന്നു. നമ്മൾ കണ്ട മ്യൂസിയത്തിൻ്റെ സൈഡിലൂടെ മുകളിലേക്ക് നടന്നാൽ ആനകളെ നിർത്തിയിരിക്കുന്ന ഭാഗത്തേക്ക് എത്താൻ പറ്റും. ഇവ എന്നാണ് ഇവളുടെ പേര്. ഫുൾ ടൈം ഈ ഡാൻസാണ്. വെറുതെ പറയുന്നത് കേട്ടോ, ഒരു പക്ഷേ അവരുടെ രീതിയാവും അത്. ഇവിടെ എല്ലാം വലിയ മരങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു പ്രദേശമാണ്. വൻ വൃക്ഷങ്ങൾ വരെ ഈ കൂട്ടത്തിലുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് ആനകൾ നിർത്തിയിരിക്കുന്ന സ്ഥലം. ആനയൊന്നും വേണ്ടേ? ആന, പ്രിയദർശിനി ആന. കുറച്ചുനാൾ മുമ്പ് വരെ ഒരു കുഞ്ഞാന കൂടി ഉണ്ടായിരുന്നു. അത് മരിച്ചുപോയി. അതിൻ്റെ കുസൃതിയൊക്കെ കണ്ടു നിൽക്കാൻ നല്ല രസമായിരുന്നു. ഏതാന ഏത് മീന, ഇത്രയും വലിയ ജീവി അവന്റെ ഫ്രണ്ട്. അവൻ ആനകളുടെ ചലനമൊക്കെ അത്ഭുതത്തോടെ നോക്കി കാണുകയാണ്. ഓരോ ആനകളുടെ പേരും വിവരങ്ങളും ഒക്കെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവനെ ഞങ്ങൾ ഓരോ ആനകളെയും കാണിച്ചു. എഴുതിയിരിക്കുന്ന ഡീറ്റെയിൽസിൽ ഇവരുടെ വയസ്സും ഇവരെ എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ 4 ആനകളാണ്
പണ്ട് മുതൽ ഇവിടെ ഉള്ളത്. ഇവിടെ ഏറ്റവും അറിയപ്പെട്ടിരുന്ന ഒരു ആനയാണ് കോന്നി സുരേന്ദ്രൻ. അടുത്തിടയ്ക്കൊക്കെ നമ്മൾ ടി വിയിൽ കണ്ട ഒരു ആനയില്ലേ, അവൻ ഇവിടെയായിരുന്നു പണ്ട് കാലത്ത്. അടുത്ത കാലത്താണ് ഇവിടെ നിന്ന് മാറ്റിയത്. തലയെടുപ്പുള്ള കേരളത്തിലെ അറിയപ്പെടുന്ന കുങ്കിയാനകളിലൊന്നാണ് അവൻ. ഈ നാടിൻ്റെ സ്വത്ത്, ഈ നാടിൻ്റെ സ്വന്തം എന്ന് പറയാം. പുതിയതായി ഒരു 3D തിയേറ്റർ ആരംഭിച്ചിട്ടുണ്ട്. സൗണ്ട് കാരണം കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് കയറാൻ നിന്നില്ല. അവൻ കരയാനുള്ള ചാൻസ് ഉണ്ടേ. മ്യൂസിയം കൂടാതെ ഒരു ആർട്ട് ഗാലറി കൂടി ഇവിടെ ഉണ്ട്. ആനകളെ സംബന്ധിക്കുന്ന പലതരത്തിലുള്ള ആർട്ട് വർക്കുകൾ കണ്ടില്ലേ, മനോഹരമായി നിർമ്മിച്ചവ, നല്ല ഭംഗിയുള്ളവ, പല നിറങ്ങൾ നിറഞ്ഞവയാണ് ഓരോ ശില്പങ്ങളും. അങ്ങനെയുള്ളത് കുഞ്ഞിന് കാണുമ്പോൾ വലിയ ഇഷ്ടമാണ്. അവൻ ഒത്തിരി എക്സൈറ്റഡ് ആവും. നമ്മുടെ ജയറാമേട്ടൻ്റെ ആൾക്കൂട്ടത്തിലൊരു ആനപ്പൊക്കം അതിവിടെ ഡിസ്പ്ലേയിലുണ്ട്. നല്ല വൃത്തിയായിട്ടാണ് ഇവിടെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കുഞ്ഞ് ആനയുടെ ചെറിയ ശില്പങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ കാണിച്ചതുപോലെ ആനയുടെ സൗണ്ട് അനുകരിക്കാൻ തുടങ്ങി. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി മുന്നിൽ കണ്ട ഒരു ഫുഡ് ഷോപ്പിൽ കയറി. ആനക്കൂടിന് തൊട്ട് മുന്നിലായിട്ടാണ് ഈ ഫുഡ് ഷോപ്പ് ഉള്ളത്. അടുത്ത കാലത്ത് ആരംഭിച്ചതാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്ത് പുറത്തിരിക്കാൻ സൗകര്യമുള്ളത് കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്തു. റോഡിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നത് ഒരു രസമല്ലേ? അത് രസമുണ്ട് കേട്ടോ. ആനയുടെ സൗണ്ട് മാറ്റി പുലിയുടെ ശബ്ദം പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഗിർ ശബ്ദം കേൾക്കാം. ഞങ്ങൾ പിന്നെ അതൊരു റീൽ സോങ് ഇല്ലേ, അതാക്കി. ആമിയോ ഗിർ. അവൻ ഈ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഈ പാട്ട് പാടും. അവൻ ചിരിയും തുടങ്ങും. വിശപ്പ് എപ്പോഴും കുറച്ച് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ ചെറുകെ പണി തുടങ്ങി. നല്ലൊരു റെസ്റ്റോറൻ്റാണ്. എല്ലാം ഒന്നിനൊന്ന് സൂപ്പർന്ന് പറയാം. ഇനി കോഴഞ്ചേരി അരുവിക്കുഴിയിലേക്കാണ് നമ്മുടെ യാത്ര. ഇവിടെ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ മുകളിലുണ്ട്. അങ്ങനെ കോഴഞ്ചേരി അരുവിക്കുഴി എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു 6 മണിയായി. അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്, കാരണം അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. മഴയുള്ളൊരു ടൈം ആയതുകൊണ്ട് നല്ല മഴയുള്ളൊരു ടൈം ആയതുകൊണ്ട് നല്ല വെള്ളം കാണാനുള്ള ചാൻസ് ഉണ്ട്. ഒത്തിരി നാൾ മുമ്പ് വന്നതാണ്. അപ്പോൾ താഴേക്ക് എങ്ങനെ ഇറങ്ങുന്നതെന്നൊക്കെ ഉള്ള വഴിയൊക്കെ മറന്നുപോയി. അപ്പോൾ ഒന്ന് നോക്കണം ഏതാണ് ഇറങ്ങിപ്പോകുന്ന വഴിയെന്നൊക്കെ. കമാണ് വഴി തെറ്റിയിട്ടുണ്ട്. നമുക്ക് താഴേക്കോട്ടാണ് ഇറങ്ങേണ്ടത്. ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് ഇപ്പോൾ നടന്നത്. ഞാൻ പറഞ്ഞില്ല, ഒത്തിരി നാൾ മുമ്പ് വന്നതാണ്. അപ്പോൾ വഴിയൊന്നും തെറ്റിപ്പോയി കേട്ടോ. വേണ്ടാത്ത കെടുപിടികളൊന്നുമില്ല. ഈ ക്യാമറ വേണം, ക്യാമറയുടെ വയറ് വേണം, കാർ ഓടിക്കുന്നതിനിടെ ക്യാമറ കുത്തിയിട്ടേക്കുന്നത് വേണം. കണ്ട പൊളിച്ചെടുക്കാനായിട്ട് വേറൊരാളുമുണ്ട്. ക്യാമറയുടെ സ്റ്റാൻഡ് നിലത്തിട്ടു. അപ്പം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തേക്കാണ് പോകുന്നത്. തരക്കേടില്ലാത്ത രീതിയിൽ വെള്ളമുണ്ട്. പത്തനംതിട്ടയിൽ അറിയപ്പെടുന്നൊരു വെള്ളച്ചാട്ടം കൂടിയാണ് അരുവിക്കുഴി. അവനിവിടുത്തെ കാഴ്ചകൾ കണ്ട് ഒരുപാട് എക്സൈറ്റഡായി വെള്ളച്ചാട്ടം നോക്കി കളിയാണ്. ഞങ്ങൾ കിട്ടിയ കുറച്ച് ടൈം ഇവിടെ ഒന്ന് എൻജോയ് ചെയ്തു. അവനെ ഒരുപാട് കളിപ്പിച്ചു. ഇനി താമസിക്കാതെ മടങ്ങണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അവനെ കൊണ്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്. മറ്റൊരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം.